വെൽക്കം ടു ഗ്രേഡിയേറ്റ്. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ടു ലൈഫ് പ്രോസസ്സസ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, ജീവനുള്ള വസ്തുക്കളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ഒരു വസ്തുവിന് ജീവനുണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ ചലിക്കാറുണ്ട്, അത് പുറത്തുള്ള എൻവയോൺമെൻറ്റുകളുമായിട്ട് ഇടപഴകാറുണ്ട്, അവിടെ നിന്ന് ചില സാധനങ്ങൾ അകത്തേക്ക് എടുക്കാറുണ്ട്, ചില വേസ്റ്റുകൾ പുറത്തേക്ക് കളയാറുണ്ട് അല്ലെ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ലൈഫ് പ്രോസസ്സ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇത് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതായത് എന്താണ് മെറ്റബോളിസം, എന്താണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, ഈ പറഞ്ഞ പ്ലാസ്മ മെമ്പറൈനിലൂടെ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെല്ലിൽ എക്സ്ചേഞ്ച് നടക്കുന്നത്, പിന്നെ ഫോട്ടോസിന്തസിസ്, പ്ലാന്റ് സർവീസസ്, അതുപോലെ തന്നെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ പോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ജീവനുള്ള വസ്തുവിൻ്റെയും അടിസ്ഥാന ഘടകം, ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നാൽ എന്താണ്? ഇവിടുന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ എന്താണ്? അതാണ് സെല്ല്. സെല്ല് അല്ലെങ്കിൽ നമ്മളതിനെ മലയാളത്തിൽ എന്ത് പറയും? കോശം എന്ന് പറയും. ഇതെന്ന് പറയും കോശം. സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ, നമുക്ക് ജീവനുള്ള വസ്തുക്കൾ നമ്മൾ നോക്കിയാലും അതിൽ ഏറ്റവും ബേസിക്കായിട്ട് കാണുന്ന ഒരു സാധനം എന്തായിരിക്കും? അതൊരു സെല്ലായിരിക്കും. ഇങ്ങനെയുള്ള സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂ ഉണ്ടാകുന്നത്. ഈ ടിഷ്യൂസ് കൂടി ചേർന്നിട്ടാണ് ഓർഗൻ ഉണ്ടാകുന്നത്. ഈ ഓർഗനുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നത്. ഈ ഒരു ഓർഗൻ സിസ്റ്റമാണ് എന്ത്? ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, ഞാൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, അതൊരു ഓർഗൻ സിസ്റ്റമാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. ഈ ഓരോ ഓർഗൻസും ഉണ്ടാക്കിയിട്ടുള്ള പലതരം ടിഷ്യൂസ് കൊണ്ടാണ്. ഈ ഓരോ ടിഷ്യൂസും എടുത്ത് നോക്കിയാൽ അതിനകത്ത് എന്താ ഉണ്ടാവും? സെല്ലുണ്ട്. അങ്ങനെ ജീവനുള്ള വസ്തുക്കളുടെ അടിസ്ഥാന ഘടകമാണ് സെല്ല്. അങ്ങനെയുള്ള സെല്ല് നിർമ്മിച്ചിട്ടുള്ളത് ജീവൻ ഇല്ലാത്ത വസ്തുക്കൾ കൊണ്ടാണ്. അതാണ് അതിൽ ഏറ്റവും രസമുള്ളൊരു കാര്യം. ജീവനുള്ള സെല്ല് ഉണ്ടാക്കിയിട്ടുള്ളത് ജീവനില്ലാത്ത വസ്തുക്കൾ കൊണ്ടാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറയുന്നത് അതാണ്. പണ്ട് 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, അപ്പോൾ അത്ര പണ്ടൊന്നുമല്ല, നമ്മുടെ കാംബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടായിരിക്കും, അമേരിക്കയാണ്. അവിടെയുള്ള റിസർച്ചേഴ്സ് ഈ കോളായി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയത്തെ നിർമ്മിച്ചു. നിങ്ങൾക്കറിയാം, ബാക്ടീരിയം എന്ന് പറയുന്നത് ഒരു ഏക കോശ അല്ലെങ്കിൽ സിംഗിൾ സെല്ലുള്ള ഒരു ജീവിയാണ്. അപ്പോൾ സിംഗിൾ സെല്ലുള്ള ഒരു ഓർഗാനിസം നമ്മൾ എവിടെ നിർമ്മിച്ചെടുത്തു? ലാബിൽ നിർമ്മിച്ചെടുത്തു. ബൈ യൂസിങ് ഇൻഓർഗാനിക് അല്ലെങ്കിൽ ഇൻഓർഗാനിക് എന്ന് പറയേണ്ട ജീവനില്ലാത്ത വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചെടുത്തു. അങ്ങനെ നമുക്ക് മനസ്സിലായി എന്താണ്? ജീവൻ ഇല്ലാത്ത വസ്തുക്കൾ കൊണ്ട് നമുക്ക് ജീവനുള്ള സെല്ല് നിർമ്മിച്ചെടുക്കാൻ പറ്റും. അത്തരത്തിൽ സെല്ല് നിർമ്മിക്കാൻ വേണ്ട ജീവനില്ലാത്ത വസ്തുക്കളെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോ മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ബയോ മോളിക്യൂൾ. ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനിലൂടെ പറഞ്ഞു പോയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ആദ്യമേ പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയോ നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നതെന്ന്? എല്ലാ ജീവനുള്ള വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് സെല്ല് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. ഒരു കാര്യം കൂടി ഇപ്പോൾ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങളുടെ ഈ വർഷത്തെ സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങൾക്ക് ട്യൂഷനൊക്കെ പോകാൻ പറ്റാത്തവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഈ ക്ലാസ് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ട്യൂഷൻ ക്ലാസ്സിൽ നിങ്ങളെ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നത് പോലെ ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് വേണ്ട സയൻസും സോഷ്യൽ സയൻസും ക്ലാസ്സസ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ യൂട്യൂബ് വീഡിയോസ് ആയിട്ടായിരിക്കും ഇടുന്നത്. മോസ്റ്റ്ലി ഒരാഴ്ചയിൽ 5 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ ഈ പറയുന്ന ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ടെസ്റ്റ് പേപ്പർ നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അത് നമ്മൾ സാധാരണഗതിയിൽ കണ്ടക്ട് ചെയ്യുന്നത് ടെലഗ്രാം ചാനൽ വഴിയാണ്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കഴിഞ്ഞ വർഷം നമ്മുടെ 8ാം ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണിത് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്യൂഷന് പോകാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടൊന്നും കൊണ്ട് നിങ്ങളുടെ മാർക്ക് ഒരിക്കലും കുറയത്തില്ല. നിങ്ങൾക്ക് ഇവിടെ ഗ്രേഡിയന്റ് അക്കാഡമി ഉണ്ടായിരിക്കും, ഞാനുണ്ടായിരിക്കും. എൻ്റെ നമ്പർ ഇവിടെ ഉണ്ട്. സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാട്സാപ്പിൽ ചോദിക്കാം. ഉടനെ റിപ്ലൈ കിട്ടിയില്ലെങ്കിലും ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, നമുക്ക് എപ്പോഴും പുതിയ രീതിയിൽ പഠിക്കാനായിട്ട് നോട്ടിനേക്കാൾ ഉപരി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്തിനാണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെയാണ്. അത് മറന്നു പോകരുത്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്ന. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ചോദ്യങ്ങളും ഒക്കെ പറഞ്ഞ് ടെക്സ്റ്റിനെ ഫോളോ ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. കാരണം ചോദ്യ പേപ്പറിൻ്റെ രീതിയിലും ടെക്സ്റ്റ് ബുക്കിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്.
അല്ലാതെ പണ്ടാണെങ്കിൽ നമുക്ക് നോട്ട് കാണാതെ പഠിച്ച് പോയി പരീക്ഷ എഴുതി ജയിക്കാനൊക്കെ പറ്റും. ഇപ്പോഴും ജയിക്കാൻ പറ്റും, പക്ഷേ A+ ഒക്കെ വേണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്യണം. സോ ചാപ്റ്റർ തുടങ്ങി, പറഞ്ഞ കാര്യങ്ങൾ പിടികിട്ടി കാണുമല്ലോ. അപ്പോൾ പിടികിട്ടിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ തുടങ്ങാമല്ലോ. അപ്പോൾ എല്ലാ ജീവനുള്ള വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം സെല്ല്. സെല്ലുകൾ നിർമ്മിച്ചിട്ടുള്ള ജീവനില്ലാത്ത കുറച്ച് വസ്തുക്കളുണ്ട്. അവരെ വിളിക്കുന്ന പേര് ബയോ മോളിക്യൂള്. ഈ ബയോ മോളിക്യൂൾ എന്തൊക്കെ വെച്ച് നിർമ്മിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബയോ മോളിക്യൂൾ എന്തൊക്കെ വെച്ച് നിർമ്മിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം പോലെയുള്ള എലമെന്റുകളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ മോളിക്യൂളുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെ ബയോ മോളിക്യൂൾസിൽ വരുന്നത്? പ്രധാനമായിട്ട് 4 പേരാണ് ബയോ മോളിക്യൂളിൽ വരുന്നത്. ആരൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. അതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രോട്ടീൻ കേട്ടിട്ടുണ്ടായിരിക്കും. ഫാറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് തന്നെയാണ് ലിപ്പിഡ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാത്ത ഒന്നാണ് ന്യൂക്ലിക് ആസിഡ്. പക്ഷേ നിങ്ങൾ DNA എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ DNA ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? ഈ പറയുന്ന ന്യൂക്ലിക് ആസിഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ബയോ മോളിക്യൂൾ എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ബയോ മോളിക്യൂൾസ്? ബയോ മോളിക്യൂൾസ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ്. അപ്പോൾ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് സെല്ല്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് ബയോ മോളിക്യൂളുകളാണ്. ഇതാണ് ബയോ മോളിക്യൂളുകളാണ്, പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ്, ജീവന്റെ അടിസ്ഥാനമായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ഇനോർഗാനിക് ആയിട്ടുള്ള കാർബണും ഹൈഡ്രജനും ഹൈഡ്രജനും ഫോസ്ഫറസും ഒക്കെ ചേർന്നുണ്ടാക്കിയ ബയോ മോളിക്യൂളുകളാണ്. ഏതൊക്കെയാണ് ബയോ മോളിക്യൂൾ? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. ഇത് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഏതൊക്കെയാണ് ബയോ മോളിക്യൂൾസിൽ വരുന്നത്? ഒന്നുകൂടെ, ബയോ മോളിക്യൂൾസ് വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീന്, ന്യൂക്ലിക് ആസിഡ്. കാർബോഹൈഡ്രേറ്റ്സിനകത്ത് എന്തൊക്കെ വരും? അതിനകത്ത് ഗ്ലൂക്കോസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, പഴങ്ങളിൽ കാണുന്ന ഫ്രക്ടോസ്, പഞ്ചസാരയിൽ കാണുന്ന സുക്രോസ്, സ്റ്റാർച്ച്, കഞ്ഞിവെള്ളത്തിലൊക്കെ കാണുന്ന സാധനമല്ലേ, സെല്ലുലോസ് ഒക്കെ എന്തിനകത്ത് വരും? കാർബോഹൈഡ്രേറ്റിനകത്ത് വരും. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സെല്ലുലോസ്, സ്റ്റാർച്ച്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സെല്ലുലോസ്, സ്റ്റാർച്ച്. ലിപ്പിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ്. എന്തൊക്കെ വരും? ഫാറ്റും ഓയിൽസും അതിനകത്ത് വരും. പ്രോട്ടീൻസിനകത്ത് എന്തൊക്കെ വരും? എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡീസ്. ഇതൊക്കെ എന്തിനകത്താണ് വരുന്നത്? പ്രോട്ടീൻസിന് വരുന്ന എക്സാമ്പിൾസ് ആണ്. ഇതെല്ലാം എന്ത് തന്നെയാണ്? പ്രോട്ടീൻ തന്നെയാണ്. എൻസൈം എന്ന് പറയുന്നതും പ്രോട്ടീനാണ്, ഹോർമോൺ എന്ന് പറയുന്നതും പ്രോട്ടീനാണ്, ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ആൻറ്റിബോഡീസ് നമ്മുടെ രോഗപ്രതിരോധം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ആൻറ്റിബോഡീസ്. അതും എന്ത് തന്നെയാണ്? പ്രോട്ടീൻ തന്നെയാണ്. ഇനി ന്യൂക്ലിക് ആസിഡിന്റെ ഉദാഹരണത്തിൽ വരുന്നതാണ് DNA-യും RNA. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാറുണ്ട്? ഗ്ലൂക്കോസ് കിട്ടാറുണ്ട് അല്ലെ, ഫ്രക്ടോസ് കിട്ടാറുണ്ട്, സുക്രോസ് കിട്ടാറുണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരാനൊക്കെ പറ്റത്തുള്ളൂ അല്ലേ, നമുക്കായാലും ചെടികൾക്കായാലും ആർക്കായാലും. അപ്പോൾ ഇവരെയാണ് നമ്മൾ ബയോ മോളിക്യൂൾസ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നോട്ട് അവൈലബിൾ ആണ്. നോട്ട് കിട്ടാനും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നോട്ടിൽ പറയുന്നത് എന്താണ്? ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ബയോ മോളിക്യൂൾസ്? കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ് that are necessary for the cell structure and life process are called biomolecules. These are the basic building block of life. എക്സാമ്പിൾസ് 4 എണ്ണം. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കില്ല, നോട്ട് തരത്തുള്ളൂ, ബാക്കി ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് പഠിച്ചോളാം. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീന്, ന്യൂക്ലിക് ആസിഡ്. കാർബോഹൈഡ്രേറ്റിൻ്റെ ഉദാഹരണമാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സെല്ലുലോസ്, സ്റ്റാർച്ച്. ലിപ്പിഡ്സിനകത്താണെങ്കിൽ ഫാറ്റും ഓയിലും. പ്രോട്ടീൻസിനകത്താണെങ്കിൽ എൻസൈംസ്, ഹോർമോൺസ്, ആൻറ്റിബോഡീസ്. ന്യൂക്ലിക് ആസിഡ് വരുന്നതാണ് DNA, RNA. ഇതിന് പുറമെ വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ്, ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, ക്ലോറോഫിൽ, ലാക്ടോസ്, മാൾട്ടോസ്, ഗ്ലിസറോൾ, ഫാറ്റി ആസിഡ്, ആൽബുമിൻ, ബിലിറൂബിൻ. ഇതൊക്കെ എന്ത് തന്നെയാണ്? ബയോമോളിക്യൂൾസ് തന്നെയാണ്. കാരണം എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് എന്താണ് കുറച്ച് ബയോമോളിക്യൂൾസിൻ്റെ പേരുകളും കൂടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ബയോമോളിക്യൂളുകൾ എന്ന് പറയും. സെറ്റല്ലേ? അടുത്തതിലോട്ട് പോകാമല്ലോ. ഇനി വരുന്നതാണ് ഈ പറയുന്ന ബയോമോളിക്യൂളുകൾ. ഈ പറഞ്ഞ ബയോമോളിക്യൂളുകൾ പരസ്പരം പ്രവർത്തിച്ച് പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ജീവനോടെ പോകുന്നത്. അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? ഒരു കെമിക്കൽ ഫാക്ടറി പോലെയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട് അല്ലേ? ഒരു വലിയ ഫാക്ടറി പോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇരിക്കുന്നു അല്ലേ, ഞാൻ ശ്വസിക്കുന്നു, റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, ഞാൻ കഴിച്ച ആഹാരം ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഡൈജസ്റ്റ് ചെയ്ത ആഹാരത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസ് എൻ്റെ രക്തത്തിലേക്ക് എത്തുന്നുണ്ട്, ഈ രക്തം പോകുന്നുണ്ട്, രക്തം പോയിട്ട് ഓരോ സെല്ലുകൾക്കും ആവശ്യമുള്ള കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട്,
സെല്ലിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് തിരിച്ച് എക്സ്ക്രീഷൻ വഴി പുറത്തു പോകുന്നുണ്ട് അല്ലെ, ഞാൻ ശ്വാസം വലിക്കുന്നു, എൻ്റെ രക്തത്തിലേക്ക് ലങ്സ് വഴി ഓക്സിജൻ എത്തുന്നുണ്ട് അല്ലേ, എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു പോകുന്നുണ്ട്, ഇങ്ങനെ കുറെ പ്രവർത്തനം നടക്കുന്നില്ലേ. ഈ പ്രവർത്തനങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെറ്റബോളിസം എന്ന് വിളിക്കുന്നത്. ഓൾ ലൈഫ് സയൻസ് ആർ മാനിഫെസ്റ്റഡ് ബൈ ആക്ഷൻസ് ഓഫ് ബയോമോളിക്യൂൾസ് ആൻഡ് മെനി അതർ കെമിക്കൽ ഫാക്ടേഴ്സ്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ജീവന്റെ സൈനുകൾ, എന്തൊക്കെയാണ് ജീവന്റെ സൈനുകൾ, നമ്മൾ നേരത്തെ പഠിച്ചില്ലത് ഈ കാര്യങ്ങൾ: മൂവ്മെന്റ്, റെസ്പോൺസ്, റെസ്പിറേഷൻ, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ പോലെയുള്ള ജീവനുള്ള വസ്തുക്കൾ കാണിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ഇത്തരത്തിൽ ബയോമോളിക്യൂളുകളുടെ ആക്ഷൻസ് കൊണ്ടാണ്. ഇത്തരത്തിലുള്ള എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും ചേർത്ത് പറയുന്ന പേരാണ് മെറ്റബോളിസം. എന്താണ് മെറ്റബോളിസം? ഓക്കെ, അപ്പൊ എന്താണ് മെറ്റബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവന്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഈ പറയുന്ന ബയോമോളിക്യൂളുകളുടെയും മറ്റ് ചില കെമിക്കലുകളുടെയും പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇത്തരം ആക്ടിവിറ്റീസിന് പറയുന്ന പേരാണ് മെറ്റബോളിസം. ഫോട്ടോസിന്തസിസ്, സെല്ലുലാർ റെസ്പിറേഷൻ ഒക്കെയാണ് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസ്. ഇത് രണ്ട് തരത്തിലാണുള്ളത്: അനബോളിസവും കാറ്റബോളിസവും. ഇതൊക്കെയാണ് അനബോളിസവും കാറ്റബോളിസവും. അനബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്യൂളുകൾ തമ്മിൽ കൂടിച്ചേരുന്നു. കാറ്റബോളിസം എന്ന് വെച്ചാലോ മോളിക്യൂളുകൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. നോക്കാം അപ്പൊ എന്തൊക്കെയാണ് രണ്ട് തരം മെറ്റബോളിസം: അനബോളിസം ആൻഡ് കാറ്റബോളിസം. അനബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, ജോയിനിങ് മോളിക്യൂൾസ്. ഫോർ എക്സാമ്പിൾ എന്താണ്, ഓക്കെ, സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്നു. എവിടെ, ഫോട്ടോസിന്തസിസ് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ചെടികളെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് അനബോളിസം. അപ്പോൾ എന്താ കാറ്റബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ മോളിക്യൂൾസ്. അതായത് നോക്കി, പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അമിനോ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കുന്ന മാംസം, ഈ മാംസത്തിലുള്ളത് എന്താണ്, പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ ഡയറക്റ്റ് ആയിട്ടാണോ നമ്മുടെ രക്തത്തിലോട്ട് പോകുന്നത്? അല്ല, അത് ഡൈജഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കും. ഈ ഡൈജഷനിൽ എന്താ സംഭവിക്കുന്നത്, ഈ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് അമിനോ ആസിഡ്. നമ്മൾ കഴിക്കുന്ന ചോറിലുള്ളത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെ അതെന്തായിട്ട് മാറും, ഗ്ലൂക്കോസ് ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെ നടക്കുന്ന പ്രോസസ്സ് ഇതാണ് കാറ്റബോളിസം. അപ്പോൾ മെറ്റബോളിസം രണ്ട് തരത്തിലുണ്ട്: അനബോളിസവും ഉണ്ട്, കാറ്റബോളിസവും ഉണ്ട്. അനബോളിസത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നു, കാറ്റബോളിസത്തിൽ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അപ്പൊ അനബോളിസവും ഇതെന്തായിരിക്കും, അപ്പോൾ ഇത് കാറ്റബോളിസം. ഇത്തരത്തിലുള്ള ഫ്ലോ ചാർട്ടുകളൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അനബോളിസത്തിൽ എന്ത് നടക്കുന്നു അറിയില്ല, പക്ഷെ കാറ്റബോളിസത്തിൽ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻസ് ആണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അനബോളിസത്തിൽ എന്ത് നടക്കുന്നു, കമ്പൈൻസ് മോളിക്യൂൾസ് അല്ലെ. എന്താണ് കമ്പൈൻസ് മോളിക്യൂൾസ്? അപ്പൊ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന എന്താണ്, കമ്പൈൻസ് മോളിക്യൂൾസ്. മോളിക്യൂൾസുകളെ കമ്പൈൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അനബോളിസത്തിന്റെ എക്സാമ്പിൾ. കാരണം ഇവിടെ എന്ത് നടക്കുന്നു, ഇവിടെയാണ് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചെടികൾ പ്രോട്ടീനും പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഓക്കെ, പ്രോട്ടീൻ ഡയറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യത്തില്ല, പുറത്തുനിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യാറുണ്ട്. അടുത്ത് പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. എന്തിന് എക്സാമ്പിള്, നമ്മുടെ കാറ്റബോളിസത്തിന് എക്സാമ്പിള്. ഓക്കെ, പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ ഇൻറ്റു അമിനോ ആസിഡ്സ്. അതെന്ത് ചെയ്യുന്നു, അമിനോ ആസിഡുകളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, അപ്പോൾ മെറ്റബോളിസം, അനബോളിസം, കാറ്റബോളിസം. അനബോളിസത്തിൽ കമ്പൈൻ ചെയ്യുന്നു എന്തൊക്കെ, കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യാം, പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ. എന്താണ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്? ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയും. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസ് നടക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന രണ്ട് ആൾക്കാരാണ് എൻസൈംസും ഹോർമോൺസും. പറഞ്ഞേ, എൻസൈംസും ഹോർമോൺസും എന്തിൻ്റെ ഉദാഹരണമാണ്? നമ്മൾ പഠിച്ചു, ഇപ്പം തന്നെ കമൻറ്റ് ചെയ്ത്. എൻസൈംസും ഹോർമോൺസും നമ്മൾ പഠിച്ച ഏത് ബയോമോളിക്യൂളിൻ്റെ ഉദാഹരണം? സോ ശരി ഉത്തരം ആണെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, പ്രോട്ടീൻസ് അല്ലേ. കാരണം നോക്കിയ ഫ്ലോ ചാർട്ടിൽ പ്രോട്ടീനിലാണ് എന്ത് വരുന്നത്, എൻസൈംസ് ഹോർമോൺസ് വരുന്നത്. അപ്പോൾ ആരാ എൻസൈംസ് ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഇത്തരം മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഇതിനെ സഹായിക്കുന്ന ആൾക്കാരാണ് എൻസൈംസ് ഹോർമോൺസ്. എൻസൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടും. ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ്സിനെ കോർഡിനേറ്റ് ചെയ്യും. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കൊരു കാര്യം നടക്കുകയാണ്, ഡൈജഷൻ. ഓക്കെ, നമുക്ക് ശരീരത്തിൽ നടക്കേണ്ട ഒരു കാറ്റബോളിസത്തിന് ആക്ടിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ഡൈജഷൻ അല്ലെ, ദഹനം. അപ്പോൾ ദഹനത്തിന് നമ്മളെ സഹായിക്കണം. നമ്മൾ ആഹാരം കഴിക്കുന്നു, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്, നമ്മുടെ ആഹാരം നമ്മൾ വായിൽ വെച്ച് നല്ല നേരം ചവച്ചതിന് ശേഷം മാത്രമേ ഇറക്കാവൂ. കാരണം നമ്മുടെ സലൈവയിൽ എന്തുണ്ട്, സലൈവറി അമിലൈസ് ഉണ്ട്.
ഓക്കെ, എന്തുണ്ട്? സലൈവറി അമിലൈസ് ഉണ്ട്. ഇതെന്താണ്? ഇതൊരു എൻസൈമാണ്. ഇത് നമ്മുടെ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് അതിനെ സഹായിക്കുന്നു. അതുപോലെ നമ്മളെ പെപ്സിൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിനകത്തുണ്ട്. ഗ്യാസ്ട്രിക് ജ്യൂസ് എവിടെ കാണും? നമ്മുടെ സ്റ്റൊമക്കിനകത്ത്. നമ്മുടെ സ്റ്റൊമക്കിൽ ഈ ആഹാരത്ത് നമ്മുടെ ഡൈജഷൻ നടക്കും. അപ്പോൾ അവിടെ പെപ്സിൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻസൈംസിന്റെ ജോലി. അപ്പോൾ എൻസൈം എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ട കെമിക്കൽ പ്രോസസ്സുകളെ സഹായിക്കും. അതിന്റെ വേഗത കൂട്ടാനായിട്ട് സഹായിക്കുന്നവരാണ് എൻസൈംസ്. അത് ബയോമോളിക്കുലായ പ്രോട്ടീനിന്റെ ഒരു വകഭേദമാണ്. എന്താ ഹോർമോൺസ്? ഹോർമോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു കെമിക്കൽ മെസ്സഞ്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ പോസ്റ്റ്മാനെ പോലെ മെസ്സേജുകളൊക്കെ എത്തിക്കുന്ന ഒരാളാണ് ഹോർമോൺസ് എന്ന് പറയും. അതായത് നമ്മുടെ ശരീരം എന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലക്സ് ആയ ഒരു സാധനമാണ്. അപ്പൊ ഈ പറയുന്ന ശരീരത്തിനകത്ത് ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചോ, നമ്മുടെ ശരീരത്തിൽ ഒരു സമയം നോക്കി നമുക്ക് മൊത്തം ശരീരത്തിൽ 37 ട്രില്യൺ സെല്ലുകളാണ് ഉള്ളത്. ഓക്കെ, അതിലേതാണ്ട് ഒരേ സെക്കൻഡ് സമയത്തിൽ 1 ബില്യണോളം കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ കോർഡിനേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഈ കോർഡിനേറ്റ് ചെയ്യുന്നത് ബ്രെയിൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ബ്രെയിന് പല പല ഓർഗൻസ് ഉണ്ട്. നമുക്ക് പല പല എൻഡോക്രൈൻ ഗ്ലാൻഡുകളുണ്ട്. തൈറോയിഡ് ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അങ്ങനെ പറയുന്ന ഇങ്ങനെ കുറെ ഗ്ലാൻഡുകളുണ്ട്. ഈ ഗ്ലാൻഡുകൾ എന്ത് ചെയ്യും? ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ ഇതെപ്പോൾ ഉൽപ്പാദിപ്പിക്കണം? അല്ലെങ്കിൽ ഓരോ ഹോർമോണും ഒരു ജോലി ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ പറയാണ്, നമ്മൾ ഒന്ന് കണ്ട് പേടിച്ചു, അല്ലെ നമ്മൾ പെട്ടെന്ന് നോക്കിയപ്പോൾ നമ്മൾ തൊട്ടടുത്തൊരു പട്ടി അല്ലെങ്കിൽ ഒരു പാമ്പ് കിടക്കും, നമ്മൾ അയ്യോ അമ്മയിൽ നിന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രോസസ്സ് നടക്കുക. അപ്പോൾ നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് എന്ത് ചെയ്യും? അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഉൽപ്പാദിപ്പിക്കും. ആദ്യം അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കും. ഈ അഡ്രിനാലിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ അടുത്ത് മറ്റെല്ലാ ഓർഗൻസും രക്തത്തിലൂടെ ചെന്നിട്ട് എല്ലായിടത്തും പറയും ഒരു പ്രത്യേക പ്രശ്നം വന്നിരിക്കുകയാണ്, ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവൻ പോലും അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവണം. അപ്പോൾ എന്ത് ചെയ്യും? ശരീരത്തിൽ ഓടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടും. അതായത് മസിലുകളുടെ ശക്തി കൂടും, രക്തഓട്ടം കൂടും, നമ്മളെ കുറച്ചുകൂടി അലർട്ടാവും, കണ്ണിൽ നമ്മുടെ കൃഷ്ണമണിയൊക്കെ ഡയലേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാൽ ഈ സമയത്ത് അത്യാവശ്യമാണോ നമ്മൾ ഫുഡ് ദഹിപ്പിക്കുക? ഡൈജഷൻ ഇപ്പോൾ അത്യാവശ്യമുള്ളൊരു കാര്യമാണോ? അല്ല. അത്തരം ചില പ്രോസസ്സിനെ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിനെ ഒരു ബയോളജിക്കൽ പ്രോസസ്സിനെ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്ന ജോലിയാണ് ആർക്കുള്ളത്? ഹോർമോണുകൾക്കുള്ളത്. അപ്പോൾ ഇതാണ് ഹോർമോണുകൾ. ഇത് രണ്ടും ഇതിനെ സഹായിക്കുന്നു. ഈ പറയുന്ന പ്രോസസ്സിനെ, ഏത് പ്രോസസ്സിനെ? മെറ്റബോളിസത്തെ സഹായിക്കുന്നു. സെറ്റല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആദ്യ ഭാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ള ബേസിക് യൂണിറ്റ് സെല്ല് നിർമ്മിച്ചിട്ടുള്ളത് ജീവനില്ലാത്ത കുറച്ച് വസ്തുക്കൾ കൊണ്ടാണ്. അവരാണ് ബയോമോളിക്യൂളുകൾ. ഈ ബയോമോളിക്യൂളിൽ വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ഇവർ ജീവൻ കൊടുക്കുന്നതുകൊണ്ടാണ് ബയോമോളിക്യൂളുകൾ എന്ന് വരെ വിളിക്കുന്നത്. അതിൽ 4 പേരും അതിന്റെ എക്സാമ്പിൾസ് ഉറപ്പായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ നമ്മൾ പഠിച്ചു ഈ പറഞ്ഞ ബയോമോളിക്യൂളുകൾ പരസ്പരം പ്രവർത്തിച്ചാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കാൻ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ മെറ്റബോളിസം 2 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് അനബോളിസവും മറ്റൊന്ന് കാറ്റബോളിസവും. അനബോളിസത്തിൽ നമ്മൾ സാധനങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ കാറ്റബോളിസത്തിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അങ്ങനെ നടക്കുന്ന പ്രോസസ്സുകളെ സഹായിക്കാനുള്ള ആൾക്കാരാണ് എൻസൈംസും ഹോർമോൺസും. എൻസൈംസ് ആണെങ്കിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടുമ്പോൾ ഹോർമോൺ ഇതിനെല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് നടക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് നടക്കുന്നുള്ള കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന ജോലിയാണ് ആർക്കുള്ളത്? ഹോർമോണുകൾക്കുള്ളത്. ശ്രദ്ധിക്കണം, എൻസൈംസും ഹോർമോൺസും വേറെ ആൾക്കാരൊന്നുമില്ല, അവരും ബയോമോളിക്യൂളായ പ്രോട്ടീനിന്റെ വകഭേദങ്ങൾ ആകുന്നു. റെഡിയല്ലേ? സെറ്റല്ലേ? എന്നാൽ നോക്കൂ. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ അനബോളിസം നടക്കും. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചേർന്നിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഉള്ളതാണോ? അല്ല. നമുക്കത് എവിടെ നിന്നാണ് കിട്ടുന്നത്? പുറത്തു നിന്നാണ് കിട്ടുന്നത്, അല്ലേ? അതായത് മെറ്റബോളിസത്തിന് വേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ സെല്ലിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഇപ്പോൾ എനർജി കറൻസി, ATP എന്നൊക്കെ പറയും. അത് സെല്ലിനകത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കും. എന്നാൽ ചില സാധനങ്ങൾ നമുക്ക് എവിടെ നിന്ന് വേണം? പുറത്തു നിന്ന് വേണം. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം. H2O എന്നറിയപ്പെടുന്ന വാട്ടർ, അതുപോലെ ചില ആവശ്യമായിട്ടുള്ള മിനറൽസ്, അങ്ങനെയുള്ള ചില സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടും. കാർബൺ ഡൈ ഓക്സൈഡ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്? പുറത്തു നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ വരുന്നൊരു ചോദ്യമില്ലേ, ഒരു സെല്ലിനെ പറ്റി മാത്രം ഇപ്പം നിങ്ങൾ ചിന്തിക്കുക. ഒരു സെൽ, ഈ സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പ്രവർത്തനങ്ങൾ മെറ്റബോളിസം ഒക്കെ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ സെല്ലിന് പുറത്തു നിന്നുള്ള ഇത്തരം സാധനങ്ങൾ കിട്ടുന്നതെന്നൊരു ചോദ്യം വരുന്നില്ലേ? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഹൗ സബ്സ്റ്റൻസസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഗെറ്റ് ഇൻസൈഡ് ദ സെൽ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം?
ഈ പുതിയ ടോപ്പിക്കിലോട്ട് പോകാമല്ലോ. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ വരുന്ന ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ റെഡി. അപ്പോൾ നമ്മൾ നോക്കാൻ പോവുകയാണ് സബ്സ്റ്റൻസസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, ഹൗ സബ്സ്റ്റൻസസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഗെറ്റ് ഇൻസൈഡ് ദ സെൽ. സോ നമുക്ക് നോക്കാം. അമീബ. അമീബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം. അപ്പോൾ ഈ അമീബ എങ്ങനെയാണ് പുറത്തു നിന്ന് സാധനങ്ങൾ എടുക്കുന്നത്? അപ്പോൾ നിങ്ങളത് 3 രീതിക്ക് നമുക്ക് നോക്കാം. ഒന്ന്, അമീബ എങ്ങനെ ചെയ്യുന്നു, മൾട്ടി സെല്ലുലാർ ഓർഗാനിസമായ അനിമൽസും പ്ലാന്റ്സും എങ്ങനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനകത്ത് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരൊറ്റ സെല്ലേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിൽ 3 ട്രില്യൺ സെല്ലുണ്ടെന്ന് പറയുമ്പോൾ അമീബ പോലെയുള്ള ജീവികൾക്ക് ഒരൊറ്റ സെല്ലേ ഉള്ളൂ. അപ്പോൾ പുറത്തു നിന്നുള്ള സംഭവങ്ങൾ എങ്ങനെ അകത്തോട്ട് എത്തും നോക്കിയേ. സെൽ മെമ്പറൈൻ വഴി സൈറ്റോപ്ലാസത്തിൽ എത്തും. ഈ സെല്ലിൻ്റെ അകത്ത് കാണുന്ന ഈ ദ്രാവകമാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അറിയില്ലെങ്കിൽ അത് ഓർത്ത് വയ്ക്കുക. ഈ അകത്ത് കാണുന്ന സംഭവമാണ് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിനകത്താണ് ഇപ്പം നമ്മളൊരു വീട് അല്ലെങ്കിൽ നമ്മുടെ ഒരു രാജ്യം അങ്ങനെ കണക്കാക്കിക്കും. രാജ്യത്തിന് അതിർത്തി ഉണ്ടാകും. ഈ അതിർത്തി നമ്മൾ ബോർഡർ എന്ന് വിളിക്കും. അതുപോലെ ഒരു സെല്ലിൻ്റെ ബോർഡറാണ് എന്തെന്ന് പറയുന്നത്, സെൽ മെമ്പറൈൻ. ഇതാണ് സെൽ മെമ്പറൈൻ. ഈ സെൽ മെമ്പറൈനകത്തായിരിക്കും ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുന്നത്. മറ്റ് സെൽ ഓർഗനൽസ് എന്ന് പറയുന്ന സാധനങ്ങളും ഉണ്ടാവും. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് സെല്ലിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. ഇവരെയൊക്കെയാണ് നമ്മളെ ബയോമോളിക്യൂൾസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഏകകോശ ജീവിയായിട്ടുള്ള അമീബയിൽ എങ്ങനെയാണ് സാധനങ്ങൾ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ. പുറത്തു നിന്നുള്ള സാധനങ്ങൾ അകത്തോട്ട് വരുന്നു, അകത്തു നിന്ന് അധികം ഉള്ളത് പുറത്തോട്ട് പോകുന്നു. ഡിഫ്യൂഷൻ, ഓസ്മോസിസ് എന്ന് പറയുന്ന പല പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമ്മൾ ഇനി പഠിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, substances from the external environment enter the cytoplasm through the cell membrane. വലിയ കോംപ്ലക്സ് ഒന്നുമല്ല. സെൽ മെമ്പറൈൻ വഴി അകത്തോട്ടും ആവശ്യമില്ലാത്ത പുറത്തോട്ടും പോകും അമീബയിൽ. മൃഗങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സെല്ലല്ല ഉള്ളത്. നമ്മളൊരു മനുഷ്യനെന്ന് പറയുമ്പോഴത്തേക്കും അല്ലെ 2 കൈയും 2 കാലും ഒക്കെ ഉള്ള ഒരു വലിയ ആളാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് ഓർഗൻസ് ഉണ്ട്, ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പുറത്തെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ അമീബ പോലെ വലിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓരോ സെല്ലുകളും ഇരിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ എൻ്റെ ഈ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈയുടെ അകത്തായിട്ട് എന്തുണ്ട്, മാംസമുണ്ട് അല്ലേ. ഈ ഓരോ മാംസവും നിർമ്മിച്ചിട്ടുള്ളത് സെല്ല് വെച്ചിട്ടാണ്. അപ്പോൾ ഓരോ സെല്ലിനും സാധനങ്ങൾ എത്തണം. എങ്ങനെ എത്തും? നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ വീട്ടിൽ വെള്ളം എങ്ങനെയാണ് എത്തുന്നത്? പൈപ്പ് ലൈൻസ് വഴിയാണ് എത്തുന്നത് അല്ലേ. പൈപ്പ് ലൈൻ വഴി നമ്മുടെ അവിടെ വെള്ളം എത്തുന്നു, അത് നമ്മൾ പൈപ്പ് വഴി എടുക്കുന്നു. അതുപോലെ സെല്ല് പൈപ്പ് ഒന്നുമില്ല, പകരം എന്തിലാ, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിലാണ് ഇതിങ്ങനെ കിടക്കുന്നത്. അതായത് ഇത് ഇങ്ങനെ ഒരു സെല്ല്, ഒരു വലിയ ടിഷ്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഇങ്ങനെ കുറേ സെല്ലുകളുണ്ടെന്ന് വിചാരിക്കുക. ഈ സെല്ലുകൾ ഒരു വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ അക്വാപോണിക്സ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ചെടികൾ വളർത്തുന്ന രീതി. അതായത് ഇതിനിടയിൽ ഇങ്ങനെ മൊത്തം ഫ്ലൂയിഡ്സ് ആണ്. ഓക്കെ, ഈ ഫ്ലൂയിഡ്സിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയും. ഇത് പറയും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഒരു സെല്ലിന് സെൽ മെമ്പറൈൻ ഉണ്ട്, കണ്ടോ. ഇതൊരു സെല്ലിന് വ്യക്തമായ ഒരു സെൽ മെമ്പറൈൻ ഉണ്ട്, അത് മറന്നു പോകരുത്. എന്നാൽ ഈ ഇടയിൽ കാണുന്ന നീല സാധനമാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലോട്ട് സാധനങ്ങൾ ആര് കൊണ്ട് കൊടുക്കും? രക്തം കൊണ്ട് കൊടുക്കും. ബ്ലഡ് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ആയിക്കോട്ടെ, ന്യൂട്രിയൻസ് ആയിക്കോട്ടെ, ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് കൊടുക്കും. അത് ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. എന്നിട്ട് ഈ പറയുന്ന സെല്ല്, നമ്മൾ അമീബ പോലെ ചിന്തിച്ചേ, ഈ പറയുന്ന എക്സ്ട്രാ സെല്ലുലാർ മെമ്പറൈനിൽ നിന്ന് അകത്തോട്ടും അവിടെ നിന്ന് പുറത്തോട്ടുമാണ് കൊടുക്കുന്നത്. സോ റിസീവ്ഡ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, പുറത്തെ എൻവയോൺമെൻറ്റിൽ നിന്നാണ് നമുക്ക് ആഹാരത്തിൽ കൂടെ ഫുഡ് കിട്ടും, അത് രക്തത്തിൽ പോകുന്നത്. അത് ചില കെമിക്കൽ ചേഞ്ചുകൾ നടക്കും, എന്ന് വെച്ചാൽ ഡൈജഷൻ നടക്കും. എന്നിട്ട് രക്തം വഴി എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ എത്തും. അവിടെ നിന്ന് എന്ത് ചെയ്യും? സൈറ്റോപ്ലാസത്തിലോട്ട് എത്തും. അപ്പോൾ ഒരു ഏകകോശ ജീവിയാണെങ്കിൽ ഡയറക്റ്റ് പുറം ലോകമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമെങ്കിൽ അനിമൽ സെല്ല് വരുമ്പോഴത്തേക്കും ഡയറക്റ്റ് അല്ല, പുറം ലോകമായിട്ടുള്ള ഇൻറ്ററാക്ഷനിലൂടെ നമുക്ക് കിട്ടുന്ന ആഹാരമായിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, അത് ചില കെമിക്കൽ ചേഞ്ച് നടന്ന് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ എത്തും. എങ്ങനെ എത്തും? രക്തം കൊണ്ട് കൊടുക്കും. രക്തവും ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡായിട്ട് കണക്കാക്കാം. ഈ രക്തം കൊണ്ട് എത്തിക്കുന്ന എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൻ്റെ മുങ്ങിക്കിടക്കുകയാണ് സെല്ലുകളെന്ന് ചിന്തിക്കുക. അപ്പോൾ ഈ സെല്ല് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡുമായിട്ടാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. ഇത്രയും ചെടികളിലാണെങ്കിൽ ഇതേ പ്രോസസ്സ് തന്നെയാണ്, കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. ഒന്ന്, എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് വഴി എത്തും. നമ്മളിപ്പോൾ പഠിച്ച പോലെ കണ്ടോ, പുറത്തു നിന്നുള്ള സാധനങ്ങൾ ചെടിക്കകത്താണല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ഡൈജഷൻ ഒന്നുമില്ല. ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ വേര് വഴി അല്ലെങ്കിൽ എത്തുന്ന വെള്ളം ഇങ്ങനെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വഴി ഇങ്ങനെ പോയി. ഈ സെല്ല്, ഈ കാണുന്ന ഒരു സംഭവമാണ് സെല്ലെന്ന് പറയുന്നത്. ഇതാണ് ഒരു സെല്ലെന്ന് പറയുന്നത്, കണ്ടോ, ഇതാണ് സെല്ലെന്ന് പറയുന്നത്. ഓക്കെ, സെല്ലിൻ്റെ സെൽ വാൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടക്കുന്ന സ്ഥലത്തൂടെ എന്ത് ചെയ്യുക? പോയി ആവശ്യമുള്ളത് ഓരോ സ്ഥലത്തായിട്ട് എത്താം, ആവശ്യമുള്ളത് വലിച്ചെടുത്തോളും. 2,
ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലോട്ട് ചെറിയ കണക്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ അനിമൽ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ശ്രദ്ധിച്ചോ, ഇവിടെ എല്ലാ സെല്ലുകളും ക്ലോസ്ഡ് ആണ് അല്ലെ, ഇടയിൽ ഗ്യാപ്പ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ പ്ലാന്റ് സെല്ല് നോക്കിയേ, ഇതാ കണ്ടോ, ഇവിടെ ആയിട്ട് ചില ഗ്യാപ്പുകൾ കിടക്കുന്നത് കണ്ടോ, രണ്ട് സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗ്യാപ്പ്. ഈ ഗ്യാപ്പിന്റെ പേരാണ് പ്ലാസ്മോഡെസ്മാറ്റ. ഇതാണ് പ്ലാസ്മോഡെസ്മാറ്റ. അപ്പോൾ പ്ലാന്റ്സിൽ ഒന്നുകിൽ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് വഴി സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്ന സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ്. എന്താ സൈറ്റോപ്ലാസം? ഞാൻ പറഞ്ഞു, സെല്ലിനകത്ത് കാണുന്ന ഈ ഫ്ലൂയിഡിനെയാണ് സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സെല്ലിന്റെ സൈറ്റോപ്ലാസവും മറ്റൊരു സെല്ലിന്റെ സൈറ്റോപ്ലാസവും ഇത്തരം ഓപ്പണിങ്സ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് വിളിക്കുന്നത്. ഈ പ്ലാസ്മോഡെസ്മാറ്റിക് കണക്ഷൻസ് വഴി നടത്തും. മൂന്നാമത്താണ് എന്ത്? ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലോട്ട് പ്ലാസ്മ മെംബ്രെയിൻ വഴി ട്രാൻസ്ഫർ ചെയ്യും. ഇതാ ഇവിടെ കണ്ടോ, ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലോട്ട് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വെച്ചാൽ സെൽ മെംബ്രെയിൻ തന്നെയാണ് പ്ലാസ്മ മെംബ്രെയിൻ. മാറിപ്പോലെ ഈ സെൽ മെംബ്രെയിൻ എന്ന് കേൾക്കുമ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ മെംബ്രെയിൻ വഴി ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചെടികളിൽ 3 രീതിയിലാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാമല്ലോ. അമീബ പോലെയുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളിൽ മെറ്റീരിയൽസ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും ഇതിനകത്തേക്ക് എത്തുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്. സെൽ മെംബ്രെയിൻ വഴി സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നു, ഡയറക്റ്റ് ട്രാൻസ്ഫർ. അനിമൽസിലാണെങ്കിൽ ഡയറക്റ്റ് ട്രാൻസ്ഫർ അല്ല, എക്സ്റ്റേണൽ എൻവയോൺമെന്റിലുള്ള സാധനങ്ങൾ ആദ്യം ഡൈജഷനിലൂടെയോ റെസ്പിറേഷനിലൂടെയോ എന്ത് പറ്റും, ചേഞ്ചുകൾ സംഭവിച്ചതിന് ശേഷം അത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലെത്തും, അതായത് ഈ നീലം ഫ്ലൂയിഡിലെത്തും. അവിടുന്ന് എന്ത് ചെയ്യും, യൂണിസെല്ലുലാർ പോലെ തന്നെ സൈറ്റോപ്ലാസത്തിലോട്ട് എത്തും. ചെടികളിൽ കുറച്ചുകൂടി വ്യത്യാസമാണ്. 3 രീതികളാണ് ഉള്ളത്. ഒന്ന് എങ്ങനെയാണ്, നമ്മൾ ഈ പറയുന്ന സെൽ വാളിനിടയിലുള്ള എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്. നമ്മുടെ അനിമൽസ് പോലെയല്ല, ചെടികൾക്കാണെങ്കിൽ എന്തുണ്ട്, ഈ സെൽ വാൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നമുക്ക് കട്ടിയുള്ളൊരു സെൽ വാളുണ്ട്, മെമ്പറൈനിന് പുറമേ ഒരു കട്ടിയുള്ള സെൽ വാളുണ്ട്. ഈ സെൽ വാളിനിടയിലുള്ള സ്ഥലത്തൂടെയും എന്ത് ചെയ്യാം, സാധനങ്ങൾ എത്താം. 2, സെല്ലുകൾക്കകത്ത് സൈറ്റോപ്ലാസം തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, അതിൻ്റെ പേരാണ് എന്ത്, പ്ലാസ്മോഡെസ്മാറ്റ. ഈ പ്ലാസ്മോഡെസ്മാറ്റ വഴിയും വരാം, അല്ലെങ്കിൽ സെല്ലുകൾ പരസ്പരം എന്ത് ചെയ്യാം, ട്രാൻസ്ഫറും ചെയ്യും. ഈ 3 രീതിയിലാണ് എത്തുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് 3 ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എൻസൈംസും ഹോർമോൺസും നമ്മൾ പഠിച്ചു, അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു. അടുത്ത ചോദ്യം എന്താണ്, ഹൗ ഡു സബ്സ്റ്റൻസസ്, ഇതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഹൗ ഡു സബ്സ്റ്റൻസസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എൻ്റർ ദ സെൽ മെമ്പറൈൻ ഇൻ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അപ്പോൾ യൂണിസെല്ലുലാറിലും മൾട്ടി സെല്ലുലാറിലും എങ്ങനെയാണ് പുറത്തു നിന്നുള്ള സാധനങ്ങൾ, നമുക്ക് മെറ്റബോളിസം നടത്തണമെങ്കിൽ പുറത്തു നിന്ന് കുറേ സാധനങ്ങൾ വേണം. ഈ സാധനങ്ങൾ എങ്ങനെ അകത്തോട്ട് എത്തും എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം. ഓക്കെ, അമീബ പോലെയുള്ളതിൽ ഡയറക്റ്റായി മെമ്പറൈൻ വഴി പോകുന്നു. ഓക്കെ, ഡയറക്റ്റായിട്ട് മെമ്പറൈൻ വഴി പോകുന്നു. അനിമൽസിലാണെങ്കിൽ ഈ പറയുന്ന എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്നും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലോട്ട്, അതായത് സൈറ്റോപ്ലാസത്തിലോട്ട് എത്തുന്നു. പക്ഷേ അത് ആദ്യം എന്ത് ചെയ്യും, ആദ്യം അത് ഡൈജഷനിലൂടെയൊക്കെ പോകും. ചെടികളിലാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ 3 മെത്തേഡാണ് ഉള്ളത്. 1 ഇന്റർ സെല്ലുലാർ സ്പേസ് വഴി, 2 പ്ലാസ്മോഡെസ്മാറ്റ വഴി, 3 പ്ലാസ്മ മെമ്പറൈൻ വഴി എന്ത് ചെയ്യും, ട്രാൻസ്ഫർ നടക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്തൊരു ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഒരു ചെറിയ ടോപ്പിക്കും കൂടെ പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. 1, ഓക്കെ, ഈസ് ദെയർ ഇന്റേണൽ എൻവയോൺമെന്റ് ലൈക്ക് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് പോലെ ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. ഇതിനകത്ത് ഓരോ സെല്ലുകളും ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സെല്ലുകൾക്ക് ചുറ്റും കാണുന്ന ഈ ഒരു എൻവയോൺമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്, ഇന്റേണൽ എൻവയോൺമെന്റ്. അതായത് ഞാനിങ്ങനെ ഇരിക്കും, എൻ്റെ ശരീരത്തിന് പുറത്തുള്ളത് അത്രയും എൻ്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ്. അതുപോലെ എൻ്റെ ശരീരത്തിനകത്ത് എന്തുണ്ട്, ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്. ഒരു ഉദാഹരണം പറയാം, പനി വരുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നു. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ കൂടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, എന്തോ ഒരു പർപ്പസ് ഉണ്ടല്ലോ. ഈ പർപ്പസ് ഒക്കെ നമ്മൾ അടുത്ത കൊല്ലം 10ാം ക്ലാസ് വിശദമായിട്ട് പഠിക്കും. സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അകത്ത് ചൂടുണ്ടാവുന്നുണ്ടല്ലോ, പുറത്തും ചൂടുണ്ട്, അകത്തും ചൂടുണ്ടാവുന്നു. അപ്പോൾ പുറത്ത് കിടക്കുന്നതൊക്കെ എക്സ്റ്റേണൽ, ശരീരത്തിനകത്ത് കിടക്കുന്ന ഇന്റേണൽ. പിടിയിട്ട് കാണുമല്ലോ. ഈ ഇന്റേണൽ എൻവയോൺമെന്റ് എപ്പോഴും ഒരു ബാലൻസിൽ വേണം പോകാൻ. ചിലപ്പോൾ ഇതിൻ്റെ ബാലൻസ് തെറ്റും. പനി വരുന്ന കേസ് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്തൊക്കെ നമ്മുടെ ഈ പറയുന്ന ഇന്റേണൽ എൻവയോൺമെന്റിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ ഈ ഇന്റേണൽ എൻവയോൺമെന്റ് മാറ്റം വന്നാൽ എന്ത് നടക്കത്തില്ല, മെറ്റബോളിസം നടക്കത്തില്ല. പനി വരുമ്പോൾ നമുക്ക് വിശപ്പുണ്ടാവത്തില്ല, ക്ഷീണം ഉണ്ടാവുന്നു. അങ്ങനെ ചിന്തിച്ചാൽ പിടി കിട്ടുമല്ലോ. അപ്പോൾ ഈ ശരീരത്തിനകത്തുള്ള ഇന്റേണൽ എൻവയോൺമെന്റ് സ്വന്തമായിട്ട് അങ്ങനെ നേരെ നടക്കത്തൊന്നുമില്ല. അതിനെ ഇങ്ങനെ കൃത്യമായി കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ ശരീരം കുറച്ച് പ്രവർത്തിക്കണം. ആ പ്രവർത്തനത്തിനാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അതായത് എന്തായിരുന്നു, മെയിൻറ്റെയിൻ ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് മെറ്റബോളിസം. നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം സ്മൂത്തായി നടക്കണമെങ്കിൽ ശരീരത്തിനകത്തുള്ള ഇന്റേണൽ എൻവയോൺമെന്റിൽ ഒരു ബാലൻസ് ഒക്കെ വേണം. ഈ ബാലൻസ് നിലനിർത്തുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്,
ഹോമിയോസ്റ്റാസിസ്. എന്താണ് ഹോമിയോസ്റ്റാസിസ്? നമ്മുടെ നെർവസ് സിസ്റ്റം, ബ്രെയിനിൻ്റെ ഒക്കെ ഉള്ള നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ, ഇവരാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഹോർമോൺസ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ തുലനാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇൻ ആനിമൽസ്, ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ സെൽസ്, അതായത് സെല്ലിനിടയിൽ കാണുന്ന സ്പേസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഈ പറയുന്ന എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പേര് കേട്ട് തെറ്റിപ്പോകരുത്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നും ഇന്റേണൽ എന്നും പറയുമ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ആണെന്ന് തോന്നിക്കളയരുത്. നമ്മുടെ സെല്ലിന്റെ പുറത്ത് കിടക്കുന്നതുകൊണ്ട് അതിനെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അത് നമ്മുടെ ശരീരത്തിന്റെ എന്താണ്? ഇന്റേണൽ എൻവയോൺമെന്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഇന്റേണൽ എൻവയോൺമെന്റ് പ്ലാന്റ്സിനകത്താണെങ്കിൽ സെൽ വാളും കമ്പോണൻസ് വരും, നമ്മുടെ ശരീരത്തിലാണെങ്കിൽ സെല്ല് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വരും. ഇതിൻ്റെ ഈ പറയുന്ന കോമ്പോസിഷൻ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. ഈ ഹോമിയോസ്റ്റാസിസ് വഴിയാണ് നമ്മുടെ ശരീരം പോകുന്നത്. ഇതിന് എന്തെങ്കിലും ഡിസ്റപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ ജീവൻ വരെ ഇല്ലാണ്ടാക്കിയെന്ന് വരാം, നമ്മുടെ നല്ല ഏത് ജീവജാലത്തിൻ്റെ ആയ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, പിടിയിട്ട് കാണുമല്ലോ. അടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്, ഇത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. എങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന സെല്ലിലൂടെ മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് നടക്കുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവനുള്ള വസ്തുക്കളാണ് ഞാൻ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് സെല്ല് വെച്ചിട്ടാണ്. ഈ സെല്ല് നിർമ്മിക്കാൻ വേണ്ട സാധനങ്ങളാണ് ബയോമോളിക്യൂൾസ്. ഈ ബയോമോളിക്യൂൾസ് ശരീരത്തിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ചിലത് പുറത്തുനിന്ന് എടുക്കേണ്ട ആവശ്യവും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ബയോമോളിക്യൂൾസ് നമ്മുടെ ശരീരം സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, ഉള്ള സാധനത്തിന് ബ്രേക്ക് ഡൗൺ ചെയ്യാറുണ്ട്, അനബോളിസും കാറ്റബോളിസും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ പുറത്തുനിന്നുള്ള സാധനങ്ങൾ എങ്ങനെ ശരീരത്തിനകത്തോട്ട് വരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലാണെങ്കിൽ ഡയറക്റ്റ് എക്സ്ചേഞ്ച്, അടുത്ത് നമ്മുടെ അനിമൽസിനകത്താണെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ചെടികളിലാണെങ്കിൽ സെൽ വാളിനിടയിൽ കൂടെ പ്ലാസ്മോഡെസ്മാറ്റ വഴി അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ വഴി നടക്കുമെന്ന് പറഞ്ഞു. ഇത് അകത്തെത്തി. ഇനി ശ്രദ്ധിച്ചോളൂ, നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിനകത്ത് ഒരു സെല്ലല്ല ഉള്ളത്, ഇങ്ങനെ ഒരുപാട് സെല്ലുകളില്ലേ. അപ്പോൾ ഈ സെല്ലുകൾക്കിടയിൽ എങ്ങനെയാണ് ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്? അതായത് ഞാൻ ഭക്ഷണം കഴിച്ച് എനിക്ക് ഗ്ലൂക്കോസ് കിട്ടി, അത് എൻ്റെ വയറിലാണ് വന്നത്, അവിടുന്ന് ഇൻഡസ്ട്രിയൻ വഴി അത് രക്തത്തിലോട്ട് എത്തി. ഈ രക്തം ഇത് എല്ലായിടത്തും കൊണ്ട് എത്തിക്കുന്നില്ലേ? അപ്പോൾ രക്തം എല്ലായിടത്തും കൊണ്ട് എങ്ങനെ എത്തിക്കുന്നത്? അവിടെ ചുമട്ട് തൊഴിലാളി വല്ലതും ഉണ്ടോ ഇത് വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ? ഇല്ലല്ലോ. അപ്പോൾ അത് സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലോട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ മാറുന്നില്ലേ? അപ്പോൾ ഇത് എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ആ പ്രോസസ്സാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക, പ്രധാനമായിട്ടും ഇത് ഒരു 4 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന്, വെള്ളം, ഗ്ലൂക്കോസ് പോലെയുള്ള ബേസിക്കായ സാധനങ്ങൾ ശരീരത്തിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തോട്ട് പോകുന്നത് ഓസ്മോസിസ് വഴിയാണ്. പ്രധാനമായിട്ട് വെള്ളം മാത്രം എടുക്കുക. എന്നാൽ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഡിഫ്യൂഷനാണ്. മൂന്നാമത് വരുന്നതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. നാലാമത് വരുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇത് 4 എന്താണെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യമേ ആ 4 പേര് ഒന്ന് ഓർത്ത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് മെത്തേഡ് നോക്കിയേ. നമ്മുടെ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഒരു സെല്ലെന്ന് പറയുന്നത്. ഓക്കെ, സെല്ലിന് ചുറ്റും എന്തുണ്ട്? സെല്ലിൻ്റെ മെമ്പറൈൻ ഉണ്ട്, അതാണ് അതിൻ്റെ ബൗണ്ടറി. അതിന് പുറത്തായിട്ട് എന്തുണ്ട്? ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന സാധനം, അതാണ് എന്ത്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. പിന്നെ ഈ പറഞ്ഞ സെല്ലിനകത്ത് എന്തുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട്. അപ്പോൾ ഈ സെല്ലിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലോട്ടൊക്കെ എങ്ങനെയാണ് സംഭവങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? പല മെത്തേഡുകളാണ് ഉള്ളത്. ഒന്ന്, ചിലത് ഡയറക്റ്റ് ആയിട്ട് പോകും, ചിലത് ചില പ്രത്യേക പ്രോട്ടീനുകൾ വഴി അല്ലെങ്കിൽ അവരുടെ സഹായത്തോടെ പോകും, ചിലത് പ്രോട്ടീൻ വഴി അവരുടെ സഹായത്തോടെ പോകും, പക്ഷേ വ്യത്യാസമുണ്ട്. നോക്കിയേ, എപ്പോഴും മെറ്റീരിയൽസ് നോർമലി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ടാണ്. ആണോ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, വെള്ളം ഇവിടെ നിന്ന് എങ്ങോട്ടാണ് ഒഴുകുന്നത്? ഉയരം കൂടിയെടുത്ത് നിന്ന് കുറഞ്ഞെടുത്തോട്ട്. ചൂട്, ടെമ്പറേച്ചർ എങ്ങനെയാണ് പോകുന്നത്? ചൂട് കൂടിയെടുത്ത് നിന്ന് കുറഞ്ഞെടുത്തോട്ട്. കാറ്റ് എങ്ങനെയാണ് വീശുന്നത്? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട്. കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ചാർജ് കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തോട്ട്. അപ്പോൾ പ്രകൃതി സ്വന്തമായിട്ട് നടക്കുന്ന ഒരു രീതിയാണ് ഹൈയിൽ നിന്ന് ലോയിലോട്ട്. അപ്പോൾ നോർമലി നമ്മുടെ ഈ പറഞ്ഞ സെല്ലിനകത്ത് നടക്കുന്ന എല്ലാ ട്രാൻസ്പോർട്ടും ഹൈ കോൺസെൻട്രേഷനിൽ നിന്നും ലോ കോൺസെൻട്രേഷനിലോട്ടാണ്. എന്നാൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രം അത് നടക്കത്തില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെയാണ് നമ്മൾ ഈ പറയുന്ന പേര് പറയുന്നത്, അതായത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയും. എന്ത് പറയും? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അത് എത്തുമ്പോൾ പറയാം, ഞാൻ ഇപ്പോൾ ഒരു ഐഡിയ തന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കാം. എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ത്രൂ സെൽ മെമ്പറൈൻ. സെൽ മെമ്പറൈൻ വഴി എങ്ങനെയാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്? അതായത് സെൽ മെമ്പറൈൻ എന്ന് വെച്ചാൽ മനസ്സിലാവുമല്ലോ, ഈ ബൗണ്ടറി. അപ്പോൾ ഈ സെൽ മെമ്പറൈൻ വഴി എങ്ങനെയാണ് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്? അതിൻ്റെ ഒന്നാമത്തെ മെത്തേഡാണ് ഓസ്മോസിസ്. എന്താണ് ഓസ്മോസിസ്? അതായത് വാട്ടർ എന്ന് പറയുന്ന വസ്തു
ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. എങ്ങനെ? ഒരു സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ. എന്തിലൂടെ? ഒരു സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ. അത് എങ്ങനെയാണെന്ന് പറയാം. നമുക്ക് അതിന് മുമ്പ് ഇതൊന്ന് നോക്കാം. നോക്കിയേ, certain molecules can pass through the plasma membrane. Water, oxygen, carbon dioxide, etc. can easily pass through it. But certain molecules and ions can only pass through special channels or pores present in the plasma membrane. Molecules are constantly passing in and out of the cell. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സെൽ മെമ്പറൈൻ വഴി മോളിക്യൂൾസ് ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്യുന്നത് പല രീതിയിലാണ്. ഒന്ന്, സിമ്പിളായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് വാട്ടർ ഓക്സിജൻ്റെ കേസ്. ചിലതിലാണെങ്കിൽ പ്രത്യേക പ്രോട്ടീൻസിൻ്റെ ആവശ്യമുണ്ട്. അതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മൂന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചും നടക്കും. ഹൈയിൽ നിന്ന് ലോയിലോട്ടല്ലാതെ ലോയിൽ നിന്ന് ഹൈയിലോട്ട് നടക്കും. അതിന് നമുക്ക് എനർജിയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടും വരും. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഓസ്മോസിസ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒരു സാധനമല്ലേ വെള്ളം. അപ്പോൾ വെള്ളം എങ്ങനെയാണ് സെല്ലുകൾക്കിടയിലൂടെ പോകുന്നത്? സെല്ലുകൾക്കിടയിലൂടെ വെള്ളം പോകുന്ന മെത്തേഡാണ് ഓസ്മോസിസ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പിനാച്ച് അല്ലെങ്കിൽ റോഹുവിൻ്റെ ഒരു ലീഫ് എടുത്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ ഒന്നിനെ ഫ്രഷ് വാട്ടറിലും മറ്റൊന്നിനെ ഉപ്പുവെള്ളത്തിലും ഇടുക. ഫ്രഷ് വാട്ടറിൽ കിടക്കുന്ന സെല്ല് ഇതുപോലെയൊക്കെ തന്നെ കിടക്കും. പക്ഷെ ഉപ്പുവെള്ളത്തിൽ കിടക്കുന്ന സെല്ല് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ കാണുന്നത് വെള്ളമാണ്. സെല്ലിനകത്തുണ്ടായിരുന്ന വെള്ളം എന്ത് ചെയ്തു? പുറത്തോട്ട് പോയിട്ട് ഇത് ചുരുങ്ങിയതായിട്ട് കണ്ടു. ഇവിടെ കിടന്നതിൽ സോൾട്ട് വാട്ടറിൽ കിടന്നതിൽ. എന്തുകൊണ്ടായിരിക്കും എന്നാണ് ചോദ്യം. നിങ്ങൾ എന്ത് പറയും? സോൾട്ട് വാട്ടറിൽ എന്ത് കുറവാണ്? വാട്ടർ കുറവാണ്, സോൾട്ടാണ് കൂടുതൽ. പക്ഷെ സെല്ലിനകത്ത് എന്ത് കൂടുതലാണ്? വാട്ടർ കൂടുതലാണ്. ഞാൻ പറഞ്ഞു, വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എവിടെയാണ് കൂടുതൽ? അപ്പോൾ സെല്ലിനകത്ത്. അകത്തുനിന്ന് അപ്പോൾ എങ്ങോട്ട് പോകും? വെള്ളം പുറത്തോട്ട് പോകും. അപ്പോൾ വെള്ളം പോയി കഴിയുമ്പോൾ സെല്ല് ചുരുങ്ങും. അപ്പോൾ ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ട് വാട്ടർ മൂവ് ചെയ്തു. ഇവിടെ സെൽ മെമ്പറൈൻ ഉണ്ടല്ലോ അല്ലേ? സെൽ മെമ്പറൈൻ ഉണ്ടല്ലോ അല്ലേ? സെൽ വാൾ ഉണ്ടല്ലോ. അതിനിടയിൽ കൂടിയല്ലേ പുറത്തോട്ട് പോയത്? സെൽ വാൾ എന്ന് പറയേണ്ട സെൽ മെമ്പറൈൻ ഉണ്ടല്ലോ, അതുവഴിയല്ലേ പുറത്തോട്ട് പോയത്. അപ്പോൾ ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ, ഇത്തരം മെമ്പറൈൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കിയേ, നമ്മളൊരു പാത്രം എടുത്തു, ഇവിടെ വെള്ളം എടുത്തു, ഇവിടെ നമ്മൾ കുറച്ച് ഉപ്പിട്ടേക്കാണ്. ഇതിനിടയിൽ ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ വെച്ചേക്കാണ്. അപ്പോൾ എന്താ സെമി പെർമിയബിൾ മെമ്പറൈൻ? പെർമിയബിൾ എന്ന് വെച്ചാൽ എല്ലാം കടത്തിവിടുന്ന മെമ്പറൈൻ. സെമി പെർമിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എല്ലാത്തിനെയും കടത്തിവിടില്ല, ചില ആൾക്കാരെ മാത്രമേ കടത്തിവിടത്തുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ ഈ പറയുന്ന സെൽ മെമ്പറൈൻ എന്ന് പറയുന്നത് ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ ആണ്. എല്ലാത്തിനും ഒന്നും കടത്തിവിടത്തില്ല, ചിലതിനെ മാത്രമേ കടത്തിവിടൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളം, അതുപോലെ തന്നെ ഓക്സിജൻ പോലെയുള്ളവ. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ എന്താ കണ്ടത്? നമ്മൾ ഒരു ബീക്കർ എടുക്കുക, ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ വയ്ക്കുക, ഇവിടെ സോൾട്ട് വയ്ക്കുക, ഇവിടെ ഫ്രഷ് വാട്ടർ വയ്ക്കുക, ഇവിടെ സോൾട്ട് വാട്ടർ വയ്ക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള വാട്ടർ, ഇവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ, ഇവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവ്. കണ്ടോ? ചുവന്ന മോളിക്യൂൾസ് ആണ് വാട്ടർ, മഞ്ഞയാണ് സോൾട്ട്. നോക്കിയേ, ഇവിടെ ചുവപ്പല്ലേ കൂടുതൽ, അപ്പോൾ കോൺസെൻട്രേഷൻ കൂടി. ഇവിടെ ചുവപ്പ് കുറവല്ലേ, അപ്പോൾ കൂടിയ കോൺസെൻട്രേഷനിൽ നിന്നും കുറഞ്ഞ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യും. ഇതാ കണ്ടോ, ഇവിടെ ഉണ്ടായിരുന്ന ആ ചുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ എത്തി. അപ്പോൾ ഈ പ്രോസസ്സിലുമാണ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ. ശ്രദ്ധിക്കണേ, ഓസ്മോസിസിൽ വാട്ടർ എന്നുള്ളത് എടുത്ത് പറഞ്ഞോളണം. സോ ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഫ്രം എ ഹയർ റീജിയൻ ടു ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ എന്ന് മാത്രം പറയരുത്. ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ ഈസ് കോൾഡ് ഓസ്മോസിസ്. അപ്പോൾ ഒരു സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ട് വാട്ടർ മൂവ് ചെയ്യും. അതിന് ഓസ്മോസിസ് എന്ന് വിളിക്കും. അപ്പോൾ സെല്ലുകൾക്കിടയിൽ വെള്ളം മൂവ് ചെയ്യുന്നത് ഓസ്മോസിസ് വഴിയാണ്. ഇനി ഈ സെമി പെർമിയബിൾ മെമ്പറൈൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഓസ്മോസിസ് നടക്കുമ്പോൾ നമ്മൾ നോർമലി അത് പറയും. എന്നാൽ അടുത്ത് പഠിക്കാൻ പോകുന്ന സംഭവമാണ് ഡിഫ്യൂഷൻ. എന്താണ് ഡിഫ്യൂഷൻ? നിങ്ങളൊരു ഉദാഹരണം ഞാൻ പറയും. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ റൂമിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു തിരി കത്തിച്ചു വെച്ചു. ഈ കത്തിച്ചു വെച്ച തിരി, അതിൻ്റെ മണം പ്രത്യേകിച്ച് ഒരു എനർജി ഇല്ലെങ്കിലും നിങ്ങളുടെ മൂക്കിലേക്ക് എത്തും. അതായത് അവിടെ ഹൈ കോൺസെൻട്രേഷൻ, അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്ത് അത് ലോ കോൺസെൻട്രേഷൻ ഏരിയയിലോട്ട് പോകും. നിങ്ങൾ വെള്ളം എടുത്തു, വെള്ളത്തിലോട്ട് 2 തുള്ളി നീലം, അല്ലെങ്കിൽ നമ്മുടെ നീലം ഉണ്ടല്ലോ, ഉജാല. ഈ ഉജാല വന്ന് വീണിട്ട് എന്ത് ചെയ്യും? അത് എല്ലായിടത്തോട്ട് സ്പ്രെഡ് ചെയ്ത് പോകും അല്ലേ? അപ്പോൾ ഉജാലയുടെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതൽ, അത് ഇല്ലാത്ത സ്ഥലത്തോട്ട് സ്പ്രെഡായി. ഇങ്ങനെ ഏതൊരു വസ്തുവും ഹൈ കോൺസെൻട്രേഷനിൽ നിന്നും ലോ കോൺസെൻട്രേഷനിലോട്ട് സ്വന്തമായിട്ട് പോകും. മെമ്പറൈൻ ഒന്നും വേണമെന്നൊന്നുമില്ല, പോവും. മെമ്പറൈൻ ഉണ്ടെങ്കിലും പോവും, ഓസ്മോസിസ് പോലെ അല്ലെങ്കിലും പോവും. ഇതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. കണ്ടോ, ഇവിടെ ഓക്സിജൻ അല്ലെങ്കിൽ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആരോ ആയിക്കോട്ടെ, ഹൈ കോൺസെൻട്രേഷനിൽ നിന്നും സ്വന്തമായിട്ട് എന്ത് ചെയ്യും? ലോ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇത് മറ്റൊരു ട്രാൻസ്ഫർ. ഓക്കെ. വിൽ ഡിഫ്യൂഷൻ ടേക്സ് പ്ലേസ് ത്രൂ വിത്തൗട്ട് സെമി പെർമിയബിൾ മെമ്പറൈൻ അല്ലേ?
സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെയും അല്ലാതെ നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കും എന്ന് വേണം പറയാം. ഉള്ളപ്പോഴും നടക്കും, അല്ലാത്തപ്പോഴും ഡിഫ്യൂഷൻ നടക്കും. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ ആണെന്ന് ചോദിച്ചാൽ ആണെന്ന് വേണം പറയാം. വെള്ളത്തിൻ്റെ കേസിൽ മാത്രം നമ്മൾ ഓസ്മോസിസ് എടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. സോ അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പിടിയിട്ട് കാണുമല്ലോ. അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ആദ്യം ഓസ്മോസിസ്. എന്താ ഓസ്മോസിസ്? ദ പ്രോസസ് ബൈ വിച്ച് water molecule move from higher concentration to lower concentration through a semi-permeable membrane. Does not require energy. And the diffusion, the process by which molecules spread from a region of higher concentration to a lower concentration. ഇവിടെ എനർജി ആവശ്യമില്ല. ഓക്കെ, അത് സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇല്ലാതെയും നടക്കും. കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ഒക്കെയാണ് എക്സാമ്പിൾ. എന്നാൽ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇതെന്താണ്? ഇതും ഡിഫ്യൂഷൻ തന്നെയാണ്, ചെറിയൊരു കണ്ടീഷനേ ഉള്ളൂ. ഹൈ കോൺസെൻട്രേഷനിൽ നിന്നും ലോ കോൺസെൻട്രേഷനിലോട്ട് പോകും, പക്ഷേ ചുമ്മാ പോകത്തില്ല. ഇവിടെ അവരെ സഹായിക്കാനായിട്ട് ഒരു ഫെസിലിറ്റേറ്റർ വേണം. ആരാണ്? കാരിയർ പ്രോട്ടീൻ എന്നോ അല്ലെങ്കിൽ അവരെ ചാനൽ പ്രോട്ടീൻ എന്നോ വിളിക്കും. ഇത് വിളിക്കും കാരിയർ പ്രോട്ടീൻ അല്ലെങ്കിൽ ചാനൽ പ്രോട്ടീൻ. എന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഉണ്ട്. ഓക്കെ, ഈ ഗ്ലൂക്കോസ് ഇങ്ങോട്ട് എത്തണം. പക്ഷേ ഗ്ലൂക്കോസിന് ഡയറക്റ്റ് ആയിട്ട് സെൽ മെംബ്രെയിനകത്തൂടെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ പോകാൻ പറ്റാതെ വരുമ്പോൾ ഒരാൾ വേണ്ടേ? ആ മീഡിയേറ്ററാണ് ഇവിടുത്തെ കേസിൽ ആര്? കാരിയർ പ്രോട്ടീൻ. ഈ കാരിയർ പ്രോട്ടീൻ കണ്ട് വന്നു, ഇവൻ എന്ത് ചെയ്തു? ഇതാ കണ്ടോ, ഇതാണ് കാരിയർ പ്രോട്ടീൻ. വന്നു, ഇവൻ അതിനകത്താക്കി, കണ്ടോ, ഇതിനകത്താക്കി. എന്നിട്ട് അവനെ കൊണ്ട് കൊണ്ടുവിടും. നമ്മളൊരു കടത്തുകാരൻ, നമുക്ക് അല്ലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോകണം, ഒരു വഞ്ചി, ഒരു കടത്ത് അല്ലെങ്കിൽ ബോട്ട്. ആ ബോട്ടിലുള്ള ആൾ ചെയ്യുന്നത് എന്താ? അപ്പുറത്തു നിന്നുള്ള ആളെ എടുത്തിപ്പുറത്തോട്ട് പോകുന്നത്. അതുപോലെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി മറ്റൊരു നോക്കിയേ, അയോൺസുകൾ മൂവ് ചെയ്യാനായിട്ട്. അയോണുകൾ കാരിയർ പ്രോട്ടീൻ ആകുമ്പോൾ അത് ക്യാരി ചെയ്തുകൊണ്ട് പോകും. ചാനൽ പ്രോട്ടീൻ ആകുമ്പോൾ ഒന്നുമില്ല. ഒരു ചാനൽ ആലോചിച്ച് നോക്കി, വെള്ളം പോകുന്ന ചാനൽ. അതുപോലെ ഈ പറയുന്ന സെൽ മെമ്പറിനിടയിലായിട്ട് ഒരു ചാനൽ ഉണ്ടാക്കി കൊടുക്കും. ആ ചാനൽ വഴി അയോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? പോകാനായിട്ട് പറ്റും. ഇതിനാണ് നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ദ പ്രോസസ് that does not require energy and it takes place with the help of certain proteins in the plasma membrane. അപ്പോൾ സെൽ മെമ്പറൈനിൽ ഈ കാണുന്ന സെൽ മെമ്പറൈനും പ്ലാസ്മ മെമ്പറൈനും എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. അതിനകത്തോട് ചില പ്രോട്ടീനുകളുടെ സഹായത്തോടു കൂടി നടക്കുന്നതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്യൂൾസ് ഓർ അയോൺസ് ഡിഫ്യൂസ് ചെയ്യും. എങ്ങനെ? ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ടാണ്, പക്ഷേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൻ പ്രോട്ടീൻ. അവരാണ് കാരിയർ പ്രോട്ടീൻ അല്ലെങ്കിൽ ചാനൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്നാൽ ഇതെല്ലാത്തിനും ഓപ്പോസിറ്റായി നടക്കുന്നൊരു കാര്യമാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എന്താ സംഭവം? ഇവിടെയും മോളിക്യൂൾസ് സെല്ലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ്, പക്ഷേ എങ്ങനെയല്ല. ഇതുവരെ നടന്നത് ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷൻ. പക്ഷെ ഇവിടെ ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷൻ. കണ്ടോ, ഇവിടെ എണ്ണം കുറവല്ലേ, അപ്പോൾ ഇവിടെ ലോ കോൺസെൻട്രേഷൻ. ഇവിടെ എണ്ണം കൂടുതലല്ലേ, അപ്പോൾ ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ. അപ്പോൾ ലോയിൽ നിന്ന് ഹൈയിലോട്ട് മൂവ് ചെയ്യും. പക്ഷെ ഇത് പ്രകൃതി സ്വന്തമായിട്ട് നടക്കുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഉദാഹരണം പറയട്ടെ, നിങ്ങളുടെ കിണറ്റിൽ കിടക്കുന്ന വെള്ളം നിങ്ങളുടെ വീടിൻ്റെ മുകളിലുള്ള ടാങ്കിലോട്ട് എത്തിക്കാൻ നിങ്ങൾക്ക് പമ്പ് സെറ്റ് യൂസ് ചെയ്യണ്ടേ? എന്നാൽ മുകളിൽ കിടക്കുന്ന വെള്ളം താഴെ കിണറ്റിലോട്ട് തുറന്നു വിടാൻ ഒരു സെറ്റും വേണ്ടല്ലോ. അതേപോലെ ഇവിടെയും ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിലോട്ട് പോകണമെങ്കിൽ നമുക്കവിടെ എനർജി സ്പെൻഡ് ചെയ്യണം. സെല്ല് നമ്മളിവിടെ പമ്പ് സെറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന കറണ്ട് വെച്ചിട്ടാണെങ്കിൽ സെല്ലിനകത്തുള്ള എനർജിയുടെ ഫോമിനെയാണ് നമ്മൾ ATP എന്ന് വിളിക്കും, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ ATP എന്ന എനർജി സ്പെൻഡ് ചെയ്തുകൊണ്ട് ലോവിൽ നിന്ന് ഹൈയിലോട്ട് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അതായത് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൻ കാരിയർ പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ ബട്ട് എനർജി ഈസ് റിക്വയർഡ്. എനർജി വേണം. അങ്ങനെ എനർജിയോടെ കൊണ്ടുവരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് ആണ്, പക്ഷേ എന്താണ്? ഇവിടെയും കാരിയർ പ്രോട്ടീൻ ഉണ്ട്, പക്ഷേ എനർജി വേണം. അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഇവിടെ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ എനർജി വേണ്ട, ഇവിടെ എനർജി വേണം. ഇവിടെ രണ്ടിടത്തും സഹായിക്കുന്ന ആരാണ്? പ്രത്യേകതരം പ്രോട്ടീനുകളാണ്. പക്ഷേ ഇവിടെ എനർജി വേണ്ട, ഇവിടെ എനർജി വേണം. കാരണം ഇവിടെ ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ട്, ഇവിടെ ആണെങ്കിലോ ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിലോട്ട്. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. സോ കോൺസെൻട്രേഷൻ ഓഫ് മോളിക്യൂൾസിന് വ്യത്യാസം അറിയാമല്ലോ. നമ്മൾ പഠിച്ച ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനകത്തെല്ലാം ഹൈ ടു ലോ. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മാത്രം ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ. പ്രോട്ടീൻ ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ ദാറ്റ് ഹെൽപ്പ് എൻട്രി ഓഫ് മോളിക്യൂൾസ്. എവിടെയൊക്കെ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലും ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലും പ്രത്യേകതരം പ്രോട്ടീൻസിൻ്റെ സഹായം വേണം. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ മാത്രം നമുക്ക് എനർജി മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്തേ.
ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. നേച്ചർ ഓഫ് ഫ്ലോ ഏത് പ്രോസസ്സിലാണ് ഹൈയിൽ നിന്ന് ലോയിലോട്ട് പോകുന്നത്? ഓസ്മോസിസ്, ഡിഫ്യൂഷൻസ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫ്രം എ റീജിയൻ ഓഫ് ഹൈ ലോ ടു ഹൈ, ലോയിൽ നിന്ന് ഹൈയിലോട്ട് ഏതിലാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആപ്ലിക്കബിൾ ടു ഓൺലി വാട്ടർ, വെള്ളത്തിൽ മാത്രം പറയുന്ന ഏതാണ്? അത് ഓസ്മോസ്. അത് മറക്കാതെ പഠിച്ചോളെ. എനർജി വേണ്ടത് എവിടെയാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ. എനർജി വേണ്ടാത്ത എവിടെയാണ്? ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സർട്ടൻ പ്രോട്ടീൻസ് ആർ നോട്ട് റിക്വയർഡ്, പ്രോട്ടീൻ വേണ്ടാത്ത എവിടെയൊക്കെയാണ്? ഡിഫ്യൂഷനും ഓസ്മോസിസും. ക്യാൻഡിഡ് പ്രോട്ടീൻ ആവശ്യമുള്ള എവിടെയാണ്? അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലും വേണം, അതുപോലെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലും വേണം. അപ്പോൾ ഇതാണ് എന്താ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും മതി, ഒരുപാടായില്ലേ. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. എങ്ങനെയാണ് ഇനി ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് വിശദമായിട്ട് പഠിക്കാം. ക്ലാസ് കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ബ്രേക്കൊക്കെ എടുത്ത് കാണും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിക്കുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.